ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചുക്ക് കാപ്പിയാണ്. ജലദോഷമോ ചുമയോ തൊണ്ടവേനയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു റെമഡിയാണ് ചുക്ക് കാപ്പി. ഹസ്ബൻഡിന് നല്ല ചുമയുണ്ട്, അപ്പം എന്തായാലും ചുക്ക് കാപ്പി ഉണ്ടാക്കണം. ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മല്ലിയാണ്. മല്ലിപ്പൊടിയായാലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ മല്ലി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു 1/4 ടീസ്പൂണോളം തന്നെ ജീരകം, അല്ലെങ്കിൽ ഒരു 2 നുള്ള ജീരകം, നമ്മുടെ സാധാരണ ജീരകമില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു 1/4 ടീസ്പൂണോളം തന്നെ കുരുമുളക്, അല്ലെങ്കിൽ പൊടിയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ചുക്ക് കാപ്പിയാണ്. അപ്പൊ ചുക്ക് വേണം. എൻ്റെ കയ്യിൽ ചുക്കില്ല, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ജിഞ്ചർ ഇല്ല. അപ്പൊ ഞാൻ ചുക്ക് പൊടി വാങ്ങിയിട്ടുണ്ട്, അതായത് ജിഞ്ചർ പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ്. അതാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2.5 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നല്ലെങ്കിൽ പനങ്കൽക്കണ്ട് ഉണ്ടെങ്കിൽ പനങ്കൽക്കണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ കൽക്കണ്ടാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോട്ടെ, ഒരു 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫൈനായിട്ട് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ച ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടെടുക്കണേ. കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചുക്ക് കാപ്പിയുടെ. ശരിക്കുള്ള ചുക്കാണെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവറിനൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വരും. പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് കുറെ ഇത് ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കാൻ പറ്റും, കേടൊന്നും വരില്ല. അപ്പോൾ ഇനി ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചുക്ക് കാപ്പി ആക്കുന്നതെന്നുള്ളത്. ഇത് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് ഞാൻ കരിപ്പെട്ടി ചുക്ക് കാപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കരിപ്പെട്ടി. ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. വലിയൊരു കട്ടയാണ്. ഞാൻ ഇടികളുടെ ബാക്ക് വശം കൊണ്ടൊരു ഇടി കൊടുത്തപ്പോൾ അതിങ്ങനെ പീസായി വന്നു. ആ പീസസാണ് ഞാൻ എടുത്തത്, പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ചുക്കുപ്പൊടിയാണ്. ഒരു 1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം വലിയൊരു ഗ്ലാസ് ആയിരുന്നു വെള്ളം ആഡ് ചെയ്തത്. അപ്പം ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പം ആ കരിപ്പെട്ടി നന്നായി ഒന്ന് ഉരുകണം. കണ്ടില്ലേ, നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചിരിക്കുക. അപ്പോൾ എന്താ പറയുക, ആ കരിപ്പെട്ടി നന്നായി ഒന്ന് ഉരുകി വരും. അതിൻ്റെ ആ ഫ്ലേവേഴ്സും, നമ്മൾ ആ പൊടി ഇട്ടില്ലേ ചുക്കുപൊടി ഇട്ടതിൻ്റെ ഫ്ലേവറും ഒന്ന് നന്നായി വെള്ളത്തിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി ഒന്ന് മിക്സായി വരും. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നല്ലോണം തിളപ്പിക്കുന്നത് നല്ലതല്ലേ. തുളസിയില ഉണ്ടെങ്കിൽ തുളസിയില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ചുകൂടെ തൊണ്ടയ്ക്ക് കറക്റ്റ് ആയിരിക്കും. തൊണ്ടവേനയൊക്കെ മാറാൻ കറക്റ്റ് ആയിരിക്കും കേട്ടോ, ചുമ തൊണ്ടവേനയൊക്കെ മാറാൻ. ഞാൻ ഒരു 1.5 മിനിറ്റ് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് കഴിക്കാം, അത്രയേ ഉള്ളൂ. ബാക്കി വന്നത് ഞാനൊരു കുപ്പിയിൽ വെച്ചിട്ടുണ്ട്, എടുത്തു വെക്കാൻ പോകണം. പിന്നെ ഈ ഹസ്ബൻഡ് വേണമെന്ന് പറയുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ക്വാണ്ടിറ്റി ആണ്, എന്നാലും എനിക്കൊരു 2-3 ദിവസത്തേക്ക് നിൽക്കും. ഞാനൊരു ഗ്ലാസ് വെച്ചു, എൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായി അരിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ, അരിച്ചെടുത്തിട്ട് അങ്ങനെ നമ്മുടെ ചുക്ക് കാപ്പി റെഡിയായി. ഞാൻ ചൂടോടെ ഹസ്ബൻഡിന് കൊണ്ടു കൊടുക്കാൻ പോവാണ്.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തൊണ്ടവേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.